ഹലോ, എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേര് എനിക്ക് നേരിട്ടും പിന്നെ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ മെസ്സേജ് അയച്ച് ഒരൊറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ, എന്താ ലോങ് വീഡിയോസ് ഇടാത്തതെന്ന്. ഞാൻ ഇത് ചാനൽ തുടങ്ങി ഒരു 1-2 മാസത്തിനകത്ത് ഒരു 5 ലോങ് വീഡിയോ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വ്യൂവേഴ്സ് ഇല്ല. അപ്പം ഞാൻ കരുതി കുറച്ച് കഴിഞ്ഞിട്ട് ലോങ് വീഡിയോസൊക്കെ ഇടാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത് വീഡിയോ കാണുന്നവർ എൻ്റെ അടുത്ത് ചോദിക്കുക, എന്തുകൊണ്ട് ലോങ് വീഡിയോസ് ഇടാത്തത്, ലോങ് വീഡിയോസ് ഇടുന്നു പറഞ്ഞ് അതാ ഇന്നതാ ലോങ് വീഡിയോസ് ഇടുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ കണ്ട് കമൻ്റ് ഇടുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഡിസംബർ അങ്ങോട്ട് കടന്ന് ജനുവരിയിലോട്ട് കാലെടുത്ത് വെച്ചെങ്കിൽ തണുപ്പിനൊന്നും ഒരു കുറവില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. ഡിസംബറിൻ്റെ കാലം തണുപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ റംസാന് എണീക്കാൻ വേണ്ടിയിട്ട് നല്ല മടിയാണ്. പിന്നെ അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ കതകൊക്കെ തുറന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ചെറിയ രീതിയിൽ മഞ്ഞും ഉണ്ടായിരുന്നു. നമ്മളെ അടുക്കളേൻ്റെ ഭാഗത്ത് ചെറിയ കുഞ്ഞ് വെള്ളപ്പൂ, കുഞ്ഞെന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞത് വെള്ളപ്പൂവുള്ള കുറേ ചെടികൾ ഇങ്ങനെ മുളച്ച് നിൽപ്പോൾ കാണാൻ രാവിലെ നല്ല ഭംഗി. പക്ഷെ വെയിലൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും അതുങ്ങൾ വാടി കരിഞ്ഞ പോലെ നിൽക്കും. പക്ഷെ രാവിലെ ആ മഞ്ഞിൻ്റെ ഇതും ആ തണുപ്പൊക്കെ കൊണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ അകത്ത് വന്നപ്പോഴത്തേക്ക് റംസാൻ എൻ്റെ ഒരൊറ്റ ചോദ്യം, സ്കൂളിൽ പോകണില്ലാന്ന് എന്തായാലും പറഞ്ഞില്ല, ഒരൊറ്റ ചോദ്യം, ഞാൻ കുളിക്കാതെ പല്ല് തേക്കാതെ പോയാൽ മതിയോ, എനിക്ക് നല്ല തണുപ്പെന്ന്. ഞാൻ പറഞ്ഞു, അയ്യേ നീ വേണമെങ്കിൽ പൊയ്ക്കോ, പക്ഷേ എല്ലാവരും പറയും റംസാൻ കുളിച്ചില്ല, ബ്രഷ് ചെയ്തില്ല, റംസാൻ്റെ അടുത്ത് ഇരിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇത് ചൂടുവെള്ളം ഉണ്ടാക്കി തരുമോയെന്ന്. തണുപ്പുണ്ടല്ലേ ചോദിക്കുന്നത്. അങ്ങനെ ഞാൻ പല്ല് തേക്കാൻ വരെ അവിടെ ചൂടുവെള്ളമാണ് ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ അവനെ കുളിക്കാനും പറഞ്ഞു വിട്ടിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് ഇറങ്ങി. ആദ്യം കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാപ്പി പുട്ടാണ്. അപ്പോൾ പുട്ടിന് ഉമ്മ മാവ് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം പുട്ടൊക്കെ അവിച്ച് വെച്ചു. എന്നിട്ട് റംസാന് കൊണ്ടുപോകാനുള്ള സ്നാക്സ് റെഡിയാക്കി. കുറച്ച് ദിവസം മുന്നേ വരെ ഞാൻ മുട്ട അവിച്ച് വെറുതെ കൊടുത്ത് വിടുമായിരുന്നു. പിന്നെ നമ്മളൊരിക്കൽ ഒരു ചായക്കടയിൽ പോയിട്ട് ഈ മുട്ട ഒന്ന് മുളക് പൊടിയിലൊന്ന് റോസ്റ്റ് ചെയ്ത പോലൊരു സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു. അവനത് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അതിന് ശേഷം അവൻ എൻ്റെ കയ്യിൽ എപ്പോഴും പറയും, ഉമ്മച്ചി എനിക്ക് അതുണ്ടാക്കി തരണേ എന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അതാണ് ഉണ്ടാക്കുന്നത്. വേറെ പരിപാടിയൊന്നുമില്ല, സിമ്പിളാണ്. ഒരു അല്പം എണ്ണ, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഫ്രിഡ്ജിലിരുന്നത് കൊണ്ട് അത് എടുക്കാൻ മടിയായതുകൊണ്ടും അത് എടുത്തിട്ടേ ഇല്ല, ഒരു നുള്ളു ഉപ്പ്, എന്നിട്ട് ജസ്റ്റ് ഗ്യാസിൽ വെച്ചൊന്ന് ചൂടാക്കുക. എന്നിട്ട് ഈ മുട്ടയും കൂടെ ഇട്ടൊന്ന് നല്ല മൊരിച്ചെടുക്കുക. നല്ല ടേസ്റ്റുമാണ്. ആ എരിവും ഉപ്പും എല്ലാം കൂടെ കടിച്ചങ്ങ് ഇറക്കുമ്പോൾ ആഹാ നല്ല ടേസ്റ്റാണ്. എനിക്കിപ്പം ഇഷ്ടം തന്നെയാണ്. അപ്പം സ്നാക്സ് എടുത്ത് വെച്ചിട്ട് നേരെ അടുത്ത് ലഞ്ച് പാക്ക് ചെയ്യാണ്. ലഞ്ചിൻ്റെ ഈ പാത്രം പുതിയ പാത്രമാണ്. എനിക്ക് എൻ്റെ അയൽക്കൂട്ടത്തിൽ നിന്ന് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയതാണ്. എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് ഇക്കാട ചേച്ചി, അതായത് എൻ്റെ മദിനിയാണ്, പറഞ്ഞു വരുമ്പോൾ നാത്തൂൻ. അപ്പം മദിനി എനിക്ക് വാങ്ങി തന്നതാണ് ഈ പാത്രം വാങ്ങി തന്നതിന് മദിനി എൻ്റെ ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഞാൻ റംസാന് ചോറ് കൊണ്ടുപോകാൻ കണക്കാക്കിയാണ് മേടിച്ചതെന്ന്. അപ്പം മദിനി ഈ വീഡിയോ ആരെങ്കിലും കണ്ട് മദിനി ഇതിൽ പറയും, ഞാൻ അവൻ ഈ പാത്രത്തിൽ ചോറ് കൊടുത്ത് വിട്ടിട്ടുണ്ട്. കൊള്ളാം കേട്ടോ, നല്ല വലിയ പാത്രം. മറ്റേത് സെപ്പറേറ്റ് കറിപ്പാത്രമൊക്കെ സെപ്പറേറ്റാണ് കൊടുത്തു വിടുന്നത്. ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കാം. നല്ല വലിപ്പമുണ്ട് പാത്രം. അപ്പം ആദ്യമൊക്കെ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ ഭംഗി കണ്ട് അത് മേടിച്ച് അതിൽ തന്നെയാണ് ലഞ്ച് കൊടുത്ത് വിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഈ ഇടയിൽ ഈ അടുപ്പിൻ്റെ സൈഡിൽ വരുന്ന ആ ബാറുണ്ടല്ലോ, അതിൽ ഭയങ്കരമായിട്ട് ഇത് അതായത് ഫുഡിൻ്റെ വേസ്റ്റ്, എണ്ണ അതൊക്കെ കയറി നമ്മൾ എത്ര കഴുകിയാലും പോകത്തുമില്ല. പിന്നെ ആ ഭാഗം മുഴുവൻ ഒരുമാതിരി കറുത്ത പുള്ളികൾ ഇങ്ങനെ വീണിട്ടുണ്ട്. അത് പക്ഷേ നമ്മൾ എങ്ങനെയൊക്കെ തേച്ചിട്ട് കമ്പിയിട്ട് സ്ക്രബ്ബറിട്ട് എങ്ങനെയൊക്കെ പിടിച്ചിട്ടും അത് പോണില്ല. അപ്പം കാണുന്നവർ വിചാരിക്കും വൃത്തിയില്ലാത്ത പാത്രത്തിൽ ഫുഡ് കൊടുത്തിട്ടെന്ന്. എനിക്ക് അങ്ങനെ 2 പാത്രം അങ്ങനെ മാറ്റേണ്ടി വന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു പാത്രം മേടിക്കാൻ വേണ്ടിയിട്ടിരുന്നപ്പോഴാണ് എനിക്ക് പാത്രം കിട്ടിയത്. അപ്പം എന്തായാലും ഉപകാരമുണ്ട്. നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കിനെക്കാളും ഒരു കണക്കിന് നല്ലത് സ്റ്റീൽ പാത്രമാണ്. ഒന്ന് തൊലയത്തുമില്ല, അഴുക്ക് വേസ്റ്റ് അങ്ങനെയൊന്നും ഇരിക്കത്തുമില്ല. മറ്റേ പാത്രം ഉപയോഗിച്ചതുകൊണ്ട് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഇതിൽ വീണ്ടും ഫുഡുകൾ കൊടുത്ത് വിടുമ്പോഴത്തേക്കും അവർക്ക് അസുഖങ്ങളും ഉണ്ടാവും. അതിൽ ഇങ്ങനെ വേസ്റ്റിൻ്റെ ഇത് ഇരുന്നാണല്ലോ അതായത് പാത്രം ഇങ്ങനെ ചീത്തയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കണക്കിന് ഈ പാത്രം തന്നെയാണ് നല്ലത്. അപ്പോൾ അതൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ട് അവന് കാപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. കുളിച്ച് കയറി വന്ന് പിന്നെ തണുപ്പായ ഒന്നുകിൽ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ എൻ്റെ ഷോള് ഇതെടുത്ത് മൂടി പുതച്ച്
ഇരിപ്പാണ് മെയിൻ പരിപാടി. അപ്പം കാപ്പി എന്താണ് കൊടുത്തതെന്ന് വെച്ചാൽ പുട്ട്, അവന് ഈ പഞ്ചസാര പപ്പടം ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് അവന് ഇഷ്ടമാണ്. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ചുമ്മാ അവൻ്റെ അടുത്ത് പോയി ഇരുന്നത്, ആ പുസ്തകമൊക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ എന്നെ നിർബന്ധിച്ച് തന്നാലേ അവന് സമാധാനം കിട്ടുള്ളൂ. ഒരു കണക്കിന് വാങ്ങിച്ചില്ല എങ്കിൽ എന്നെ കിടന്ന് കരച്ചിലാവും. അവൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുള്ളൂ, ഉമ്മച്ചിക്ക് എന്താ എന്നെ ഇഷ്ടമില്ലേ എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചു. എനിക്കങ്ങ് എന്തോ ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് വന്നു. പപ്പടത്തിൻ്റെ ഉപ്പ് രസവും പഞ്ചസാരയും എല്ലാം കൂടെ എന്തോ എനിക്കങ്ങ് ഇതായി. ഇവ എങ്ങനെ കഴിക്കുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത്. നൈസിനെ ഞാൻ വെളിയിൽ കൊണ്ട് തുപ്പിക്കളഞ്ഞു. എന്നിട്ട് പിന്നെ അവനും കഴിച്ചെണീറ്റിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു കോമഡി ആയിരുന്നു. ഡ്രസ്സ് ഞാൻ രാവിലെ എടുത്ത് എല്ലാവർക്കും സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ 2 സോക്സും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉടുപ്പും നിക്കറും എല്ലാമൊക്കെ ഇട്ട് സോക്സ് ഇടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരൊറ്റ സോക്സ് കാണാനില്ല. റംസാനാണെങ്കിൽ ഒരു കാലിൽ സോക്സ് ഇട്ടിട്ട് ഇനി ഇത് പരതാനൊരു സ്ഥലമില്ല. എൻ്റെ ഓർമ്മയിൽ ഞാനിത് 2 എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെങ്ങോട്ട് പോയെന്ന് ഒരു പിടുത്തവും ഇല്ല. റിദാനെ നോക്കിയപ്പോഴത്തേക്കും റിദാൻ്റെ ചോദിച്ച് എവിടെയെങ്കിലും കൊണ്ടിട്ടോ എന്നൊക്കെ. അവൻ പോയി ഷൂ എടുത്തുകൊണ്ട് വരണം, അതല്ലാണ്ട് അവനും വലിയ പിടുത്തമൊന്നുമില്ല. എന്നാലും ഇത് എങ്ങോട്ട് പോയി എന്ന് എനിക്കും ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഒറ്റക്കാലിൽ സോക്സ് ഇട്ട് വിടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നീ എന്തായാലും തൽക്കാലം സോക്സ് ഇടണ്ട, ടീച്ചർ ചോദിച്ചാൽ പറയണം, ഉമ്മച്ചി എടുത്ത് വെച്ച് കണ്ടില്ല എന്നങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അവനെ അങ്ങ് ബസ് കയറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ഇന്ന് ബസ് അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് ഞങ്ങൾ ഓടിയത്. കാരണം അവന് വാച്ച് ID കാർഡ് എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ തിരിച്ചു വന്ന് ഞാൻ അത് 2 എടുത്തിട്ടാണ് പോയത്. അവനിത് 2 ഇല്ലാണ്ടൊന്നും അവന് പോകാൻ പറ്റത്തില്ല, അവൻ ഒരേ ബഹളമായിരിക്കും. അതുകൊണ്ട് തന്നെ അതൊക്കെ തിരിച്ചു വന്ന് ഞാൻ എടുത്ത് അവനെയും ബസ് കയറ്റി വിട്ടിട്ട് വീട്ടിൽ തിരിച്ചു വന്ന് ഞാനും റിദാനും കൂടെ നല്ല സമാധാനമായിട്ടിരുന്ന് കാപ്പി കുടിച്ചു. റിദാനാണെങ്കിൽ പുട്ട് കണ്ടായോ പിന്നെ പുട്ട് കഴിക്കത്തില്ല, പപ്പടം മാത്രം, അതും കഴിക്കത്തില്ല, പൊടിച്ചിങ്ങനെ എറിയും. പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു, ഇന്നലത്തെ കടലക്കറിയായിരുന്നു, അതുകൂടെ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ കടലേൻ്റെ കറി അല്ലാണ്ട് കടല ഇങ്ങനെ പറക്കി പാത്രത്തിൽ വെച്ച് കൊടുത്തപ്പോൾ ആശാൻ അതാണ് കഴിച്ചത്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ടാറ്റാ ബേബി, സീ യു.